ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയും കൂടെ ഒരു നല്ല ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് ബസുമതി റൈസ് നന്നായിട്ട് കഴുകി ഒരു അരമണിക്കൂറോളം നമുക്കിത് കുതിർക്കാൻ വെക്കണം. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ഒരു പാനിലേക്ക് ആദ്യം കുറച്ച് ഓയിൽ അല്ലെങ്കിൽ കുറച്ച് നെയ്യിട്ടോ ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്കൊരു കപ്പ് ചെറുതായി അരിഞ്ഞ ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 കപ്പ് നീളത്തിൽ അരിഞ്ഞു വെച്ച ബീൻസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 കപ്പ് ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അതിനെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ആഡ് ചെയ്യാം, വേണ്ടെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം. ഇനി അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തത്. നിങ്ങൾക്ക് വേണേൽ എരിവിനനുസരിച്ച് കൂട്ടി കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് സോയാ സോസാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഫ്രൈഡ് റൈസിൻ്റെ മെയിനൊരു സംഭവം സോയാ സോസ് തന്നെയാണ്. അപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കോഴിമുട്ട ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതിൽ വേറൊരു പാൻ തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ 2 കോഴിമുട്ടയാണ് എടുത്തത്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ കോഴിമുട്ട ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് പച്ചക്കറികളിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായത് ചിക്കനാണ്. ഞാനിവിടെ കുരുമുളകും ഉപ്പും ചിക്കൻ മസാലയും ചേർത്ത് വേവിച്ച് വെച്ച ചിക്കനാണ്. അധികം ചെറിയ പീസാക്കാതെ കുറച്ച് കടിക്കാൻ പാകത്തിലുള്ള പീസസാണ് ആക്കിയത്. അത് നമുക്കിതിലോട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്കുള്ള റൈസ് റെഡിയാക്കി എടുക്കാം. അതിനായി ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. പിന്നീട് ഞാൻ ഇതിലേക്ക് ചോറിൻ്റെ കൂടെ തന്നെ ഗ്രീൻ പീസും വേവിക്കാമെന്ന് വെച്ചു. ഒരു 3-4 മണിക്കൂർ കുതിർത്ത് വെച്ച ഗ്രീൻ പീസാണ്. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ തന്നെ നന്നായിട്ട് വെന്ത് വന്നോളും. അപ്പോൾ ഞാൻ ഏകദേശം 1/2 കപ്പ് ബീൻസാണ് ഇതിലേക്ക് ചേർത്തത്. ഇനി നമുക്ക് കഴുകി വെച്ച കുതിർത്ത് വെച്ച ബസുമതി റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഊറ്റിയെടുക്കുകയാണ് ചെയ്യൽ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് പോയി നോക്കി പാകത്തിനുള്ള വേവായെന്ന് നോക്കണം. ഏകദേശം ഒരു 10-20 മിനിറ്റോളം
കുക്ക് ചെയ്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ ബസുമതി റൈസൊക്കെ നന്നായിട്ട് പാകത്തിനുള്ള വേവായി വന്നിട്ടുണ്ട്. കൂടെ തന്നെ നമ്മൾ ഇട്ട ഗ്രീൻ പീസും നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഊറ്റാൻ വെക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു ചിക്കൻ കറി തയ്യാറാക്കിയെടുക്കാം. ആദ്യം നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലോ അല്ലെങ്കിൽ നെയ്യിട്ട് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച ഇഞ്ചി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വഴറ്റിയെടുക്കാം. ഈ ഒരു ചിക്കൻ കറി നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായത് സവാളയാണ്. ഞാനൊരു മീഡിയം സൈസ് ചെറിയ സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായത് തക്കാളിയാണ്. ഞാനിവിടെ 3 മീഡിയം സൈസ് തക്കാളി, നല്ല പഴുത്ത തക്കാളിയാണ് എടുത്തത്, ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. അടുത്തതായി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നീട് ആവശ്യത്തിന് ഉപ്പും കൂടെയാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ടിത് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്ന വരയ്ക്കും ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. അതിനുശേഷം നമുക്കിനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച ഗ്രീൻ ക്യാപ്സിക്കോ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായത് ചിക്കനാണ്. ഞാനിവിടെ ഫ്രഷാക്കി വെച്ച ചിക്കന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടുതലും എല്ലില്ലാത്ത പീസാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഗ്രേവി കുറച്ചിട്ടാണ് ഈ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായത് നമുക്ക് കുരുമുളക് പൊടിയാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പാകത്തിന് വെള്ളം ഒഴിച്ച് അതിന് മേലെ കുറച്ച് മല്ലിയില ഇട്ട് നമുക്ക് അടച്ച് വെച്ചിട്ടൊരു 10-15 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച റൈസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ റൈസ് ഇട്ടിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. താഴേന്ന് മേലേക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി. എല്ലാവർക്കും തീർച്ചയായിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന എളുപ്പത്തിലുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ കറിയിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സോസ് ഒഴിച്ച് കൊടുക്കാം. ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ സോസ് ഒഴിച്ചിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
എന്നിട്ടിത് ഒരു 2-3 മിനിറ്റോളം അടിച്ച് വെച്ചിട്ട് വേവിച്ചിട്ട് പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അങ്ങനെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണിത്. അപ്പോൾ അതുപോലെ തന്നെ ഫ്രൈഡ് റൈസും നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാനാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ 2 റെസിപ്പി ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.